ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒന്നിച്ച് ഈ സമയം ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം തന്ന അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് 1 കൊരിന്ത്യർ അതിൻ്റെ ഒടുവിലത്തെ അധ്യായം 16-ാം അധ്യായം അതിൻ്റെ 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. പൗലോസായ എൻ്റെ കയ്യാൽ വന്ദനം. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ. നമ്മുടെ കർത്താവ് വരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്തു യേശുവിൽ എൻ്റെ സ്നേഹം. ആമീൻ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാവുന്നതുപോലെ ഈ ആ, ഈ 1 കൊരിന്ത്യർ വളരെ വിപുലമായ ഒരു ലേഖനമാണ്. പൗലോസിൻ്റെ വിപുലമായ ഒരു ലേഖനമാണ്. നമുക്ക് അറിയാവുന്നതുപോലെ ഈ ലേഖനം ഇതിന് 16 അധ്യായങ്ങളാണ് ഉള്ളത്. റോമർക്ക് എഴുതിയ ലേഖനം കൂടെ മാത്രമേ 16 അധ്യായങ്ങളുള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ അധ്യായങ്ങളുള്ള 2 ലേഖനങ്ങളിൽ ഒന്നാണ് ഈ 1 കൊരിന്ത്യർ. റോമർക്ക് എഴുതിയ ലേഖനം 1 കൊരിന്ത്യർ 16 അധ്യായങ്ങൾ. അതിൻ്റെ താഴേക്ക് വരുമ്പോൾ നമ്മൾ നോക്കുക, 2 കൊരിന്ത്യരും എബ്രായരും 13 അധ്യായങ്ങൾ വീതമുണ്ട്. ബാക്കിയെല്ലാം എല്ലാം 5, 6, 3, 1 ഒക്കെ അധ്യായങ്ങളാണുള്ളത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് വളരെ ദീർഘമായ ലേഖനങ്ങളിൽ ഒന്നാണ് ഈ 1 കൊരിന്ത്യർ. ഈ 1 കൊരിന്ത്യർ അവസാനിക്കുന്ന ഭാഗം, ആ ഭാഗമാണ് നമ്മൾ വായിച്ചത്. ഈ കൊരിന്ത്യർക്ക് പൗലോസ ലേഖനം എഴുതുമ്പോൾ പ്രത്യേകിച്ചും ഈ 1 കൊരിന്ത്യർ അതിൽ പല കാര്യങ്ങൾ ഗൗരവമായിട്ട് പറയുന്നുണ്ട്. ഒരു ക്രിസ്തീയ സഭയെക്കുറിച്ച് നമുക്ക് ആ നിലയിൽ അഭിപ്രായം തോന്നാത്ത നിലയിലുള്ള പല കാര്യങ്ങൾ അവരുടെ ഇടയിൽ ഉണ്ടായത്, അതിനെ ഗൗരവമായിട്ട് താക്കീത് ചെയ്യുന്ന പല ഭാഗങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ഈ 1 കൊരിന്ത്യർ എന്ന് പറയുന്ന ഈ ലേഖനം എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള പല സാധാരണ നമ്മളൊരു ദൈവസഭയിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പല കാര്യങ്ങൾ അന്നത്തെ സഭാജനങ്ങൾക്കിടയിൽ ഉണ്ടാകാനുള്ള കാരണം നമുക്കറിയാവുന്നതുപോലെ നമുക്കിതിൻ്റെ പശ്ചാത്തലം അറിയാം. അതെന്ന് പറയുന്നത് ഈ കൊരിന്തെന്ന് പറയുന്ന ഇത് ഗ്രീസിലെ പ്രധാനപ്പെട്ട ഒരു നഗരമാണ്. അന്ന് ഗ്രീസിലെ പ്രധാനപ്പെട്ട ഒരു നഗരം. ആ നഗരത്തിൽ 12 ക്ഷേത്രങ്ങളാണുള്ളത് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. 12 ക്ഷേത്രങ്ങൾ. എന്നാൽ അവിടെയുള്ള ഒരു ക്ഷേത്രം, അഫ്രോദേത്തിൻ്റെ ക്ഷേത്രം എന്ന് പറയുന്ന, അഫ്രോദേത്ത് എന്ന് പറയുന്നത് ഒരു ദേവതയാണ്. ആ ദേവത സ്നേഹത്തിൻ്റെ ദേവതയാണ്, പ്രേമത്തിൻ്റെ ദേവതയാണ് അഫ്രോദേത്ത്. ഈ അഫ്രോദേത്തിൻ്റെ ദേവാലയത്തിൽ 1000 ദേവദാസികളാണ് ഉണ്ടായിരുന്നത് എന്ന് ചരിത്രം പറയുന്നു. 1000 ദേവദാസികൾ എന്ന് പറഞ്ഞാൽ അവർ ക്ഷേത്രത്തോട് ചേർന്ന് ജീവിക്കുന്നു. അപ്പോൾ തന്നെ ഈ സ്ത്രീകൾ വളരെ അധാർമികമായ ഒരു ജീവിതം ജീവിച്ച് അത് മതഭക്തിയുടെ ഭാഗമായിട്ട് അന്ന് കണ്ട് അങ്ങനെ ആ ക്ഷേത്രത്തോട് ചേർന്ന് 1000 പേര്, 1000 ദേവദാസികൾ പൂർണ്ണമായിട്ട് അവിടെ താമസിച്ച് ഇങ്ങനെ ഒരു തൊഴിൽ ചെയ്യുകയാണ്. അപ്പം നോക്കുക, ആ നഗരം എത്രത്തോളം മോശപ്പെട്ട ഒരു നഗരമാണ്. 2 തുറമുഖങ്ങളുണ്ട്. ആ തുറമുഖങ്ങളിൽ കപ്പലുകൾ വരികയും പോവുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ പലര് വിദേശികൾ വരികയും പോവുകയൊക്കെ ചെയ്യുന്നു. ചുരുക്കത്തിൽ ഗ്രീസിലെ വളരെ മോശപ്പെട്ട ഒരു പട്ടണമായ കൊരിന്ത്, ആ കൊരിന്തിലെ ഉള്ള ദൈവസഭയ്ക്ക് പൗലോസ് ലേഖനം എഴുതി അവസാനിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ ഈ ലേഖനം എഴുതി അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ അതിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ പല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ പല താക്കീതുകൾ താനെ പറഞ്ഞിട്ടാണ് ഈ ലേഖനം
ഇവിടെ അവസാനിപ്പിക്കുന്നത്. അതിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ആ, അവിടെ ഒന്നാം അധ്യായത്തിലും തന്നെ കാണുന്നുണ്ട് അവരുടെ ഇടയിലെ ഭിന്നത, പിണക്കമുണ്ടായിരുന്നു. ഈ കാര്യം വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. അഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ പട്ടണത്തിലുണ്ടായിരുന്ന അധാർമികത ആ സഭയിലും അതിൻ്റെ ചില അനുരണനങ്ങൾ വന്നു. ഒരാൾ അദ്ദേഹത്തിൻ്റെ അപ്പൻ്റെ ഭാര്യയുമായിട്ടൊരു വളരെ മോശപ്പെട്ട ഒരു ബന്ധത്തിലേക്ക് വരുന്നു. അവനെ സഭയിൽ നിന്ന് പുറത്താക്കാനൊക്കെ പൗലോസ് പറയുന്നു. അഞ്ചാം അധ്യായത്തിൽ നമ്മൾ അങ്ങനെ കാണുന്നുണ്ട്. ആറാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവർ തമ്മിൽ, പലര് തമ്മിൽ ചില വ്യവഹാരങ്ങൾ, ചില കേസുകൾ നടക്കുന്നു. എന്തെങ്കിലും സഭയിലുള്ളവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ സഭയുടെ മൂപ്പന്മാർ തന്നെ പറഞ്ഞു തീർക്കേണ്ടതിന് പകരം ഈ വ്യവഹാരം, ഈ കേസുകൾ അവർ പുറത്തുള്ള കോടതികളിലേക്ക് കൊണ്ടുപോകുന്നു. അതിനെതിരെയാണ് ആറാം അധ്യായത്തിൽ പറയുന്നത്. എട്ടാം അധ്യായത്തിൽ വരുമ്പോൾ വിഗ്രഹാർപ്പിതം, വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചത് അത് കഴിക്കുന്നതിനെ കുറിച്ചുള്ള അവരുടെ സംശയങ്ങൾക്കുള്ള മറുപടിയൊക്കെയാണ് വിശദമായിട്ട് രേഖപ്പെടുത്തുന്നത്. 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്തൃമേശ നടത്തുന്നത് സംബന്ധിച്ച് അവരുടെ ഇടയിലുള്ള തെറ്റായ ചില ചിന്തകൾ, അതിനെ ക്രമീകരിച്ചുകൊണ്ട് അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ പൗലോസ് നൽകുന്നു. അതുപോലെ തന്നെ 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവിൻ്റെ ആ നിലയിലുള്ള കർത്താവിൻ്റെ 15-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് കർത്താവിൻ്റെ പുനരുത്ഥാനം, കർത്താവിൻ്റെ ഉയർപ്പ് സംബന്ധിച്ച്, മരിച്ചവരിൽ നിന്ന് ഉയർത്തു എന്നുള്ളത് സംബന്ധിച്ച് അവർക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നു. അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള നമ്മുടെ നിലപാട്, വിശ്വാസത്തിൻ്റെ നിലപാട് എന്താണെന്ന് വിശദീകരിക്കുന്നു 15-ാം അധ്യായത്തിൽ. 16-ാം അധ്യായത്തിൽ, ഒടുവിലത്തെ അധ്യായത്തിൽ, അവർ തന്നെ സാമ്പത്തികമായിട്ട് നല്ല നിലയിലായിരിക്കുമ്പോൾ യെരുശലേമിലുള്ള കഷ്ടപ്പെടുന്ന സഭയെ സഹായിക്കേണ്ടതിൻ്റെ ആവശ്യകത പൗലോസ് വിശദമായിട്ട് പറയുന്നു. ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഒരു പശ്ചാത്തലമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഈ ഈ 1 കൊരിന്ത്യരിൽ നമ്മളിപ്പോൾ കണ്ടത്, അവിടെ അവരുടെ ഇടയിൽ ഭിന്നതയുണ്ടായിരുന്നു, അധാർമികതയുണ്ടായിരുന്നു, അതുപോലെ ജാതീയമായ കോടതികളിൽ പോയി വ്യവഹാരം നടത്തുന്നതുണ്ടായിരുന്നു, വിഗ്രഹാർപ്പിതങ്ങളെക്കുറിച്ച് വ്യക്തതയില്ലാത്ത കാര്യങ്ങളുണ്ടായിരുന്നു, കർത്തൃമേശ സഭയിൽ നടത്തുന്നതിനെക്കുറിച്ച് അവർക്ക് വ്യത്യസ്ത ചിന്തകളുണ്ടായിരുന്നു, കർത്താവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ച്, ഉയർപ്പിനെക്കുറിച്ച് അവർക്ക് സംശയങ്ങളുണ്ടായിരുന്നു, മറ്റുള്ളവർക്ക് കൂട്ടായ്മ ഇവിടെ കൈത്താങ്ങൽ നൽകുന്നതിനെക്കുറിച്ച് അവരോട് പ്രത്യേകം പറയേണ്ടി വരുന്നു. നോക്കുക, ഇങ്ങനെയെല്ലാം 1-ാം അധ്യായം മുതൽ 16-ാം അധ്യായം വരെ പറഞ്ഞ് പല നിലയിൽ അവരെ തിരുത്തി, പല കാര്യങ്ങൾ ഗൗരവമായിട്ട് പറഞ്ഞ് 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവി. അധാർമികമായി ജീവിച്ച ഒരുവനെക്കുറിച്ച് അങ്ങനെ വളരെ കർശനമായിട്ട് മറ്റു പല ലേഖനങ്ങളിലും നമ്മൾ കണ്ടിട്ടില്ലാത്ത വിധം പൗലോസ് വളരെ കർശനമായിട്ട് പെരുമാറുന്ന, ആജ്ഞാപിക്കുന്ന അത്തരം പ്രസ്താവനകൾ പോലും നമ്മൾ കാണുന്നു. ആ ദുഷ്ടനെ, സഭയിലുള്ള ഒരാളെയാണ്, അവൻ പറഞ്ഞിട്ടനുസരിക്കുന്നില്ലെങ്കിൽ ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവി. നോക്കുക, അങ്ങനെ ഇവിടെ 1-ാം അധ്യായം മുതൽ 16-ാം അധ്യായം വരെ അവരുടെ ജീവിതത്തിലെ പല ക്രമക്കേടുകളെ ക്രമീകരിക്കുന്നതിനെക്കുറിച്ചൊക്കെ പൗലോസ് വിശദമായിട്ട് അവരോടൊരു പിതാവിൻ്റെ ആ നിലയിലുള്ള പ്രാഗൽഭ്യത്തോടെ, അധികാരത്തോടെ അവരെ കറക്റ്റ് ചെയ്യുകയും അവരോട് പറയുകയും ഒക്കെ ചെയ്തതിന് ശേഷം 16-ാം അധ്യായത്തിൽ ആ ലേഖനം അവസാനിപ്പിക്കുമ്പോൾ ഇതാ പൗലോസ് പറയുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ വായിച്ചത്. ഇവിടെ വായിക്കുമ്പോൾ നമുക്ക് തോന്നും, ഇതിൻ്റെ അകത്ത് എന്താ പറയാനുള്ളത്? നമ്മൾ 21, 22, 23 വാക്യങ്ങളിൽ പൗലോസായ എൻ്റെ കയ്യാൽ വന്ദനം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ, ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഒരു വന്ദനം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഇതിലെന്താ പറയാനുള്ളത്? പ്രിയമുള്ളവരെ, അവിടെ കണ്ടോ, 21-ാമത്തെ വാക്യത്തിൽ പൗലോസായ എൻ്റെ കയ്യാൽ വന്ദനം, 23-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. പൗലോസ് പലർക്കും
ലേഖനങ്ങൾ എഴുതുമ്പോൾ, പല സഭയ്ക്കും ലേഖനങ്ങൾ എഴുതുമ്പോൾ, ലേഖനങ്ങളെ എഴുതി അവസാനിപ്പിക്കുമ്പോൾ പൗലോസ് സാധാരണ ചെയ്യുന്നതാണ് എന്താ? പൗലോസായ എൻ്റെ കയ്യാൽ വന്ദനം എന്ന് പറയുന്നതും കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് പറയുന്നതും. നോക്കുക, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 18-ാമത്തെ വാക്യം, അതിൻ്റെ ആ വാക്യവും നോക്കുക. അവിടെയും നമുക്കിതേ കാര്യങ്ങൾ കാണാൻ കഴിയും. പൗലോസായ എൻ്റെ കയ്യാൽ വന്ദനം, കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ഇവിടെയും ആ സമാപന വാക്കുകൾ പതിവ് പോലെ പറയുന്നുണ്ട്. പക്ഷെ ആ പറയുമ്പോൾ അതിൻ്റെ നടുക്ക് രണ്ട് കാര്യങ്ങൾ പൗലോസ് എഴുതി ചേർക്കുന്നു. മറ്റെങ്ങും പറഞ്ഞിട്ടില്ലാത്ത രണ്ട് കാര്യങ്ങൾ. എന്താ? വളരെ ഗൗരവമുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത്, കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. നോക്കുക, താൻ ആ ലേഖനത്തിൽ 1-ാം അധ്യായം മുതൽ 16 വരെ പല ക്രമീകരണങ്ങൾ പറഞ്ഞു. ആ ക്രമീകരണങ്ങളെ ഏറ്റെടുക്കണമെങ്കിൽ ആ സഭയിലുള്ളവർ എന്ത് വേണം? കർത്താവിനെ സ്നേഹിക്കുന്നവരായിരിക്കണം. നമുക്കും കർത്താവിനോട് സ്നേഹമുണ്ടെങ്കിലേ നമ്മുടെ ജീവിതത്തിലെ അശുദ്ധിയും ക്രമക്കേടുകളും നമുക്ക് ക്രമീകരിക്കാനൊക്കുകയുള്ളൂ. നമ്മളെ പൗലോസിനെ പോലെ ഒരാള്, നമ്മളെ നടത്തുന്ന ഒരാൾ ഗൗരവമായിട്ട് പറഞ്ഞാലും അത് എടുക്കണമെന്നുണ്ടെങ്കിൽ കേവലം ഭയം കൊണ്ടോ ഒന്നും അത് ആത്മാർത്ഥമായിട്ട് നമുക്കത് എടുക്കാനൊക്കുകയില്ല. മറിച്ച് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ എടുക്കാനൊക്കുകയുള്ളൂ? കർത്താവിനോടുള്ള സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഞാൻ ഈ പാപത്തിൽ തുടർന്നാൽ, ഈ തെറ്റിൽ തുടർന്നാൽ, എനിക്ക് വേണ്ടി തൻ്റെ ജീവൻ തന്ന കർത്താവിനെ ഞാൻ വിഷമിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നു. കർത്താവിന് ഒരു വിഷമം ഞാൻ മൂലം വരരുത്. എൻ്റെ പ്രവർത്തനങ്ങൾ കർത്താവിനെ വിഷമിപ്പിക്കരുത്. എന്തുകൊണ്ട്? ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നു. കർത്താവ് ആദ്യം തന്നെ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തൻ്റെ ജീവൻ തന്നതാണ് എന്നുള്ള ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലേ നമുക്ക് നമ്മളെ വിശുദ്ധീകരിക്കാനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ട് ഇവിടെ പൗലോസ് പറഞ്ഞു നിർത്തുമ്പോൾ ഒരു ഒരു കാര്യം പറയുന്നത്, കർത്താവിനെ സ്നേഹിക്കാത്തവനേവനും ശപിക്കപ്പെട്ടവൻ. അതുകൊണ്ട് നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുക. ക്രമീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ശപിക്കപ്പെട്ടവരാണ്. നമ്മളിത് മലയാളത്തിൽ വായിക്കുമ്പോൾ കർത്താവിനെ സ്നേഹിക്കാത്തവനേവനും ശപിക്കപ്പെട്ടവൻ എന്നുള്ളത് 4 വാക്കുകളാണ്. പക്ഷേ പൗലോസ് അന്ന് ഇവർക്ക് ലേഖനം എഴുതുന്ന ഗ്രീക്കിൽ അത് ഒരൊറ്റ വാക്കാണ്, ഒറ്റ വാക്കാണ്. 4 വാക്കുകളാണ് മലയാളത്തിൽ, പക്ഷേ ഗ്രീക്കിൽ ഒറ്റ വാക്കാണ്. എന്താണ് ആ വാക്ക്? അനാഥാമ. അനാഥാമ എന്നൊരൊറ്റ വാക്കാണ്. രണ്ടാമത് പറയുന്നു, നമ്മുടെ കർത്താവ് വരുന്നു. കർത്താവ് വരുന്നു. കർത്താവ് വരുന്നു എന്നുള്ള ഇവിടുത്തെ ഗ്രീക്കില് അതിൻ്റെ ഗ്രാമർ ഒക്കെ അറിയാവുന്ന വേദപണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് കർത്താവ് വരും എന്നുള്ള ഒരു പൊതു പ്രസ്താവനയല്ല. കർത്താവ് വന്നിരിക്കുന്നു. കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായി. ജീസസ് ഹാസ് കം എന്നുള്ള നിലയിൽ വന്നിരിക്കുന്നു. അല്ലാതെ വരും എന്നൊരു ഭാവിയെ നോക്കി ഒരു പൊതു പ്രസ്താവനയായിട്ടല്ല, മറിച്ച് വന്നു കഴിഞ്ഞു എന്നുള്ള നിലയിലാണ് നമ്മുടെ കർത്താവ് വരുന്നു എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ കർത്താവ് വരുന്നു എന്നുള്ളതും അവരെ എന്തിനു പ്രേരിപ്പിക്കണം? ഒരു വിശുദ്ധ ജീവിതത്തിന് പ്രേരിപ്പിക്കണം. അവരുടെ ജീവിതത്തിലെ ക്രമക്കേടുകൾ മാറ്റി പൗലോസ് നിർദ്ദേശിച്ചതനുസരിച്ച് അവര് കർത്താവിനെ സ്നേഹിച്ച് ആ ക്രമക്കേടുകൾ മാറ്റണം. കർത്താവിൻ്റെ വരവ് ആസന്നമായി എന്ന് മനസ്സിലാക്കി അവർ ആ ക്രമക്കേടുകളിൽ നിന്നും അശുദ്ധിയിൽ നിന്നും മോചിതരാകണം. ഇതുകൊണ്ടാണ് പൗലോസ് എൻ്റെ കയ്യാൽ വന്ദനം, കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ എന്ന പതിവ് വന്ദന വാക്യങ്ങൾ എഴുതി അവസാനിപ്പിക്കുന്നതിന് ഇടയിൽ 2 ഗ്രീക്ക് വാക്കുകൾ ചേർത്തത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞു, കർത്താവിനെ സ്നേഹിക്കാത്തവനേവനും ശപിക്കപ്പെട്ടവൻ എന്ന് മലയാളത്തിൽ 4 വാക്കുകൾ ഉള്ളിടത്ത് ഗ്രീക്കിൽ അനാഥാമ എന്നൊരു വാക്കാണ്. അതുപോലെ നമ്മുടെ കർത്താവ് വരുന്നു എന്നുള്ള 3 വാക്കുകളാണ് മലയാളത്തിലുള്ളത്. ഗ്രീക്കിൽ അതിനും ഒരു വാക്കേ ഉള്ളൂ, മാറാനാഥ. അപ്പൊ നോക്കുക,
പൗലോസ് ലേഖനം എഴുതി അവസാനിപ്പിക്കുമ്പോൾ തൻ്റെ സൈൻ ഇടുന്നത് പോലെ, തൻ്റെ വന്ദനം രേഖപ്പെടുത്തുന്നത് പോലെ, പൗലോസായ എൻ്റെ കയ്യാൽ വന്ദനം, കർത്താവിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് ഒരു ലേഖനം എഴുതി ഒപ്പിടുന്നത് പോലെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ തുടങ്ങി പേനയെടുത്ത് അങ്ങനെ എഴുതുമ്പോൾ പെട്ടെന്ന് ഓർത്തതുപോലെ രണ്ട് വാക്കുകൾ എഴുതി ചേർക്കുന്നു അതിൻ്റെ മധ്യത്തിൽ. എന്തൊക്കെ? അനാഥാമ മാറാനാഥ. അനാഥാമ എന്ന് പറഞ്ഞാൽ കർത്താവിനെ സ്നേഹിക്കാത്തവനേവനും ശപിക്കപ്പെട്ടവൻ. മാറാനാഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവ് വരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ വരവേറ്റവും ആസന്നമായിരിക്കുന്നു എന്ന് ലോക സംഭവങ്ങൾ വിളിച്ചറിയിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ കർത്താവ് വരുന്നു. കർത്താവ് വന്നാൽ എന്തുണ്ട്? നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമ്പോൾ അവിടെ എന്തായിരിക്കും? കർത്താവ് പ്രധാനമായിട്ട് നമ്മളെ അംഗീകരിക്കുകയും നമുക്ക് കിരീടങ്ങൾ തരികയും ഒക്കെ ചെയ്യുമ്പോൾ ഒക്കെ പ്രധാനമുള്ള ഒരു കാര്യം എന്താ? നമ്മൾ നമ്മുടെ കർത്താവിനെ സ്നേഹിച്ച് അവന് വേണ്ടി ഒരു വിശുദ്ധ ജീവിതം ചെയ്തോ, അതോ നമ്മൾ കർത്താവിനെ സ്നേഹിക്കാത്തവരായിരുന്നോ? അപ്പൊ നോക്കുക, കർത്താവിൻ്റെ വരവുമായി ബന്ധപ്പെട്ട് മാറാനാഥ നമ്മുടെ കർത്താവ് വരുന്നു. അപ്പോൾ തന്നെ അനാഥാമ, കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. ഈ ഈ വാക്കുകൾ ഈ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആളുകൾ പറഞ്ഞേക്കുന്നത് അന്നത്തെ ഈ കൊരിന്തിർക്കാണെങ്കിലും മറ്റ് ഉള്ളവർക്കാണെങ്കിലും ഒന്നാം നൂറ്റാണ്ടിൽ എഴുതുന്ന ലേഖനങ്ങൾ പലതും ഈ ഇന്നത്തെ കടലാസും മഷിയും കൊണ്ടല്ലല്ലോ എഴുതുന്നത്. പലതും ചർമ്മലിഖിതങ്ങളിലാണ് എഴുതുന്നത്, തോലുകളിലാണ് എഴുതുന്നത്. ഈ തോലുകളിൽ എഴുതി ആ തോൽ കൊണ്ടുള്ള ആ ലേഖനം അത് അന്നത്തെ സഭയുടെ മുമ്പാകെ പൗലോസ് എഴുതിയ ഈ 16 അധ്യായങ്ങളുള്ള അധ്യായങ്ങളായിട്ടും വാക്യങ്ങളായിട്ടും ഒക്കെ പിന്നീടാണ് തിരിച്ചത്, നമുക്കറിയാം. എങ്കിലും ഈ വലിയ ലേഖനം കൊരിന്തിലെ സഭയുടെ മുമ്പാകെ സഭയിലെ ആളുകളൊക്കെ കൂടുമ്പോൾ അവരറിയുക പൗലോസിൻ്റെ ഒരു ലേഖനം വന്നിട്ടുണ്ട്. എല്ലാവരും കൂടെ അത് വായിക്കാനും കാണാനുമായിട്ട് വരുമ്പോൾ അത് ആ ചർമ്മലിഖിതം നിവർത്തിടുന്നു എന്ന് ചിന്തിക്കുക. ആ ചുരുള് അഴിച്ച് നീട്ടിയിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഈ രണ്ട് വാക്കുകൾ സാധാരണ വലിപ്പത്തേക്കാൾ കൂടിയ വലിപ്പത്തിൽ ആദ്യം നോക്കുന്നവരുടെ കണ്ണിൽ തറയ്ക്കത്തക്കവണ്ണം വലിപ്പം കൂടിയ നിലയിലായിരുന്നു എന്നാണ് ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുള്ള പഠിതാക്കളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ വലിയ ലേഖനത്തിൽ 16 അധ്യായങ്ങളുള്ള ഈ ലേഖനം നിവർത്തി ആ ചർമ്മലിഖിതം ഇടുമ്പോൾ ആദ്യം മുതൽ എഴുതി വന്ന ആ ഒരു കൈപ്പടയേക്കാൾ വലിയ അക്ഷരത്തിലാണ് അനാഥാമ മാറാനാഥ എന്നുള്ളത് കാണുന്നത്. അപ്പൊ ഈ ചർമ്മലിഖിതം നോക്കുന്ന ഒരാളുടെ ശ്രദ്ധയിൽ പെട്ടെന്ന് വരുന്നതാണ് അനാഥാമ മാറാനാഥ. എന്തുകൊണ്ടാണ് ഈ രണ്ട് വാക്കുകൾ, അല്ലെങ്കിൽ പൗലോസ് എഴുതിയ ഈ വാക്കുകൾ ഇത്രയും വലിപ്പത്തിൽ വന്നത്? നമ്മൾ ഈ ലേഖനങ്ങളെയൊക്കെ അതിനെ വാക്യങ്ങളെ കൂടുതൽ വിശദമായിട്ടൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ പലയിടത്തു നിന്നും നമുക്ക് മനസ്സിലാകുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൂടെ പ്രാഥമികമായിട്ട് വേഗത്തിൽ പറഞ്ഞിട്ട് കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ, നമ്മുടെ കർത്താവ് വരുന്നു, ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. എന്താ ഇവിടെ വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഈ രണ്ട് പദങ്ങൾ വലിയ അക്ഷരത്തിലാണ് എന്ന് നമ്മൾ പറഞ്ഞത് എന്തുകൊണ്ടാണ്? അതിനുള്ള കാരണം നോക്കുക, അന്ന് ലേഖനങ്ങൾ എഴുതുമ്പോൾ പൗലോസായ എൻ്റെ കയ്യാൽ വന്ദനമെന്നൊക്കെ പറയുന്നത് അതെന്തുകൊണ്ടായിരുന്നു അത് അങ്ങനെ ചെയ്തിരുന്നത്? നിങ്ങൾ 2 തെസ്സലോനിക്കർ 3-ാം അധ്യായം 17-18 വാക്യങ്ങൾ നോക്കുക. 2 തെസ്സലോനിക്കർ 3-ാം അധ്യായം 17-18 വാക്യങ്ങൾ. 2 തെസ്സലോനിക്കർ അവസാനിക്കുമ്പോൾ പൗലോസ് എഴുതുക, പൗലോസായ എൻ്റെ കയ്യാൽ വന്ദനം. എന്നിട്ട് വീണ്ടും ഇവിടെ കണ്ടതുപോലെ തന്നെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ എന്ന് എഴുതുക.
പക്ഷേ അതിൻ്റെ രണ്ടിൻ്റെയും മധ്യത്തിൽ ഒരു കാര്യം കൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൗലോസായ എൻ്റെ കയ്യാൽ വന്ദനം, സകല ലേഖനത്തിലും ഇതുതന്നെ അടയാളം. അപ്പൊ പൗലോസ് ആയ എൻ്റെ കയ്യാൽ വന്ദനം എന്നുള്ളത് വെറുതെ ഒരു ഭംഗിവാക്കിന് എഴുതിയതല്ല. അതിലൂടെ പൗലോസ് ഒരു സന്ദേശം സഭയ്ക്ക് നൽകുന്നുണ്ട്. എന്താ? ഇത് സകല ലേഖനത്തിലും ഇത് തന്നെ അടയാളം എന്ന് വെച്ചാൽ, ഇത് ഞാൻ പൗലോസ് തന്നെയാണ് എഴുതിയത്. പൗലോസായ എൻ്റെ കയ്യാൽ വന്ദനം, കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ തന്നെയാണ് ഈ ലേഖനം എഴുതിയത് എന്നുള്ള ആ സത്യം നിങ്ങളെ മറ്റൊരു തരത്തിൽ അറിയിക്കാനുള്ള ഒരു വിദ്യയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. പൗലോസായ എൻ്റെ കയ്യാൽ വന്ദനം, സകല ലേഖനത്തിലും ഇത് തന്നെ അടയാളം. എന്തുകൊണ്ടാ അന്ന് പൗലോസ് ഒരു ലേഖനം എഴുതി അവസാനിപ്പിക്കുമ്പോൾ ഇത് ഞാൻ തന്നെ എഴുതിയത്, സകല ലേഖനത്തിൽ ഇത് തന്നെ അടയാളം, ഞാൻ തന്നെയാണ്, പൗലോസിൻ്റെ തന്നെ ലേഖനമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ നിലയിൽ പൗലോസായ എൻ്റെ കയ്യാൽ വന്ദനം, കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് രേഖപ്പെടുത്തിയിരുന്നത്? പ്രിയമുള്ളവരെ, 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം കണ്ടോ? 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ അതിൻ്റെ മറുപടി നമ്മൾ കാണുന്നുണ്ട്. എന്താ അവിടെ നമ്മൾ കാണുന്നത്? അവിടെ കാണുന്നത് ഏ, ഞങ്ങൾ എഴുതി എന്നുള്ള ഭാവത്തിലുള്ള ലേഖനങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് വന്നാൽ നിങ്ങൾ ഞെട്ടിപ്പോകരുത്, നിങ്ങൾ വിഷമിച്ചു പോകരുത് എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പം ഈ രണ്ട് ഭാഗങ്ങൾ ചേർത്ത് പഠിച്ച പണ്ഡിതന്മാർ പറയുന്നത്, അന്ന് പൗലോസിൻ്റെ ലേഖനങ്ങൾ എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ചില ആ നിലയിലെ 1-ാം നൂറ്റാണ്ടിലെ പ്രവാചകന്മാരും സഭയുടെ അപ്പോസ്തലന്മാരുമായിരുന്ന പ്രിയപ്പെട്ടവരുടെ ലേഖനങ്ങൾ എന്നുള്ള ഭാവത്തിൽ ചിലരെന്ത് ചെയ്യുമായിരുന്നു? ചില വ്യാജ ലേഖനങ്ങൾ അയക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് 2 തെസ്സലോനിക്കർ 2:2 പറയുന്നു, ഞങ്ങൾ എഴുതി എന്ന മട്ടിലുള്ള ലേഖനങ്ങളാൽ നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോകരുത് എന്നവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വ്യാജ ലേഖനങ്ങൾ നോക്കുക. അന്നത്തെ കാലഘട്ടത്തിലും വ്യാജന്മാർ ഏതെല്ലാം നിലയിൽ പെരുമാറിയിരുന്നു എന്ന് നോക്കുക. ഏ പൗലോസിൻ്റെ പേരിലും ഒക്കെ തെറ്റായ വ്യാജമായ ചില ലേഖനങ്ങൾ അവർക്ക് ഇഷ്ടമുള്ളതുപോലൊക്കെ എഴുതി അയക്കുക. ഏ പാവപ്പെട്ട ആളുകൾ ഇത് ശരിയായ പൗലോസിൻ്റെ ലേഖനമാണെന്ന് കരുതിയാൽ എന്തു പറ്റും? അത് പൗലോസ് മനസ്സിലാക്കിയപ്പോൾ പൗലോസ് എന്ത് ചെയ്തു? അങ്ങനെയുള്ള വ്യാജ ലേഖനങ്ങളിൽ നിന്ന് തൻ്റെ യഥാർത്ഥ ലേഖനത്തെ തിരിച്ചറിയാൻ ഒടുവിൽ ഒരു വിദ്യ ചെയ്യാൻ തുടങ്ങി. എന്താ? പൗലോസായ എൻ്റെ കയ്യാൽ വന്ദനം, ഏ, ഒപ്പിടുന്നത് പോലെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ, ഇത് പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് 2 തെസ്സലോനിക്കർ 3:17-18 കാണുന്നു, പൗലോസായ എൻ്റെ കയ്യാൽ വന്ദനം, സകല ലേഖനത്തിലും ഇത് തന്നെ അടയാളം, കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ എന്നാണ് അവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വേഗത്തിൽ ഈ ലേഖനങ്ങൾ എഴുതുന്ന അന്നത്തെ രീതി മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായം 22-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. റോമർ 16-ാം അധ്യായം. റോമാലേഖനം ഞാൻ പറഞ്ഞു 1 കൊരിന്ത്യർ പോലെ 16 അധ്യായങ്ങളുണ്ട്. ആ റോമാലേഖനം അവസാനിക്കുമ്പോൾ 16-ാം അധ്യായത്തിൽ പലർക്കും വന്ദനം പറയുക, പലർക്കും വന്ദനം, ഇന്നാളിൻ്റെ വന്ദനം, ഇന്നയാളിൻ്റെ വന്ദനം എന്നൊക്കെ പറയുക. അതിൻ്റെ 22-ാം വാക്യം കണ്ടോ? അങ്ങനെ വന്ദനം പറയുമ്പോൾ ഇവിടെ ഇതാ 16-ന്റെ 22 പറയുന്നു, ഈ ലേഖനം എഴുതിയ തെർത്തോസ് എന്ന ഞാൻ നിങ്ങളെ കർത്താവിൽ വന്ദനം ചെയ്യുന്നു. അയ്യോടാ, അപ്പൊ ഈ ലേഖനം എഴുതിയതാരാ? റോമാലേഖനം എഴുതിയതാരാ? ഇവിടെ പറയുന്നു, ഈ ലേഖനം എഴുതിയ തെർത്തോസ് എന്ന ഞാൻ നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നമ്മൾ വിചാരിച്ചിരുന്ന റോമാലേഖനം ആരെഴുതിയെന്ന? പൗലോസ് എഴുതിയെന്നല്ലേ? എന്നാൽ ഇവിടെ കണ്ടോ, 16-ന്റെ 22 പറയുന്നു, ഈ ലേഖനം എഴുതിയ തെർത്തോസ് എന്ന ഞാൻ നിങ്ങൾക്ക് വന്ദനം ചെയ്യുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവര്, ഞാൻ കൂടുതൽ അത് കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല, വേഗത്തിൽ ഇങ്ങനെ പറയാം. പൗലോസാണ് ലേഖനം എഴുതിയത്. പക്ഷേ പൗലോസിൻ്റെ ഈ ലേഖനം
രേഖപ്പെടുത്തിയിരുന്ന ആ എഴുത്തുകാരൻ ആരായിരുന്നു? തെർത്തോസ് എന്ന ഒരാളാണ് ആ പൗലോസ് പറഞ്ഞു കൊടുക്കുന്ന വാക്കുകൾ, വചനങ്ങള് അക്ഷരാർത്ഥത്തിൽ ഈ ചർമ്മലിഖിതത്തിൽ രേഖപ്പെടുത്തുന്നത്. ഇപ്പൊ കണ്ടോ, പൗലോസിന്റെ പല ലേഖനങ്ങളും, പൗലോസ് കാരാഗ്രഹത്തിലൊക്കെ എഴുതിയ ലേഖനങ്ങൾ ഉണ്ടാവാം. പക്ഷേ ചില ലേഖനങ്ങളെങ്കിലും തൻ്റെ ഒരു ആ ആ നിലയിൽ പൗലോസ് പറഞ്ഞു കൊടുക്കുകയും മറ്റൊരാൾ എഴുതുകയും ചെയ്യുന്നു. മറ്റൊരാൾ എഴുതുകയും ചെയ്യുന്നു. തെർത്തോസ് ഈ നിലയിൽ അന്ന് ചർമ്മലിഖിതങ്ങളിൽ, തോൽച്ചുരുളുകളിൽ ഏഹ്, നാരായം കൊണ്ടൊക്കെ എഴുതുന്ന വിദഗ്ധനായ ഒരാളായിരുന്നിരിക്കാം. അങ്ങനെയുള്ള തെർത്തോസ് പലരുടെ വന്ദനം രേഖപ്പെടുത്തിയപ്പോൾ തെർത്തോസും വിചാരിച്ചു, എന്നാൽ ഈ ലേഖനം എഴുതിയ ഞാനും റോമാക്കാരെ വന്ദനം ചെയ്യാം എന്ന് പറഞ്ഞ് ഇത് രേഖപ്പെടുത്തിയത് കൊണ്ട് നമ്മൾ എന്തോ മനസ്സിലാക്കുന്നു, പൗലോസിന്റെ ചില ലേഖനങ്ങളെങ്കിലും ഈ നിലയിൽ വേറെ ആളുകളാണ് എഴുതിയത്. അങ്ങനെ എഴുതിയ ഈ ലേഖനങ്ങൾ അവസാനിക്കുമ്പം പക്ഷേ ഇത് താൻ തന്നെയാണ് എഴുതിയത്, തൻ്റെ താനാണ് പറഞ്ഞു കൊടുത്തത്, തൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് ഇത് രേഖപ്പെടുത്തിയത് എന്ന് വ്യക്തമാക്കാൻ വേണ്ടി പൗലോസ് എന്തോ ചെയ്യും? ഒടുവിൽ ഒരു വിദ്യ പ്രയോഗിക്കും. ആ വിദ്യ അവർക്കുള്ള വന്ദനമാണ്. പൗലോസായ എൻ്റെ കയ്യാൽ വന്ദനം, കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് രേഖപ്പെടുത്തും. അവിടെ രേഖപ്പെടുത്തുമ്പോൾ എന്താ, സകല ലേഖനത്തിലും ഇത് തന്നെ അടയാളം. ഈ ഒറിജിനൽ ലേഖനമാണെന്നുള്ളതിൻ്റെ ഇവർക്ക് കൊടുക്കുന്ന ഒരു സന്ദേശമായിട്ട് ഇതിനെ കാണുന്നു. അപ്പൊ നമുക്ക് വേഗം 1 കൊരിന്ത്യരിലേക്ക് മടങ്ങി വരാം. എന്തിനാ ഞാൻ ഇതെല്ലാം പറയുന്നത്? ഈ 1 കൊരിന്ത്യരിൽ അനാഥാമ മാറാനാഥ എന്ന ഈ 2 വാക്കുകൾ പൗലോസ് തന്നെ എഴുതിയതാണെങ്കിൽ അതെന്തായിരിക്കും? തീർച്ചയായിട്ടും പൗലോസിന്റെ കൈയക്ഷരം വലിയ കൈയക്ഷരമായിരുന്നു. എടാ, ഇതിന്ന് ഇതെങ്ങനെ നമുക്ക് പറയാൻ കഴിയും? ഇതെങ്ങനെ പറയാൻ കഴിയും? ഒരു വാക്യം നോക്കുക. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 11-ാം വാക്യം. അവിടെ പൗലോസ് തന്നെ തൻ്റെ കൈപ്പടയിൽ ഗലാത്യർക്ക് ഒരു ഒരു ഭാഗം എഴുതിയിട്ട് താൻ തന്നെ പറയുന്നു, നോക്കുവീൻ എത്ര വലിയ അക്ഷരമായി ഞാൻ സ്വന്തം കൈകൊണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. അപ്പൊ ഗലാത്യർക്ക് ഉള്ള ആ ഒരു ഭാഗം പൗലോസ് സ്വന്തം കൈകൊണ്ട് തന്നെ ആ ചർമ്മലിഖിതത്തിൽ എഴുതി ചേർക്കുമ്പോൾ പൗലോസ് നോക്കിയിട്ട് പറയുക, കണ്ടോ, ഞാൻ എഴുതിയപ്പം ഇത് എത്ര വലിയ അക്ഷരമായിരുന്നു. അപ്പോൾ സാധാരണ എഴുത്തുകാരുടെ കൈ അക്ഷരങ്ങളെക്കാൾ പൗലോസ് നേരിട്ട് എഴുതുമ്പോൾ വലിയ അക്ഷരത്തിലാണ് എഴുതിയിരുന്നത്. ഇതൊക്കെ എങ്ങനെയാ നമ്മൾ പറയുന്നത്? പ്രിയപ്പെട്ടവരെ, ഇതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് പഠിച്ച അന്നത്തെ കാലഘട്ടത്തെക്കുറിച്ചും ഒക്കെ പഠിച്ച് വേദപണ്ഡിതന്മാർ ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൗലോസിന് എന്തായിരുന്നു പ്രശ്നം? പൗലോസിന്റെ കൈപ്പട എന്തുകൊണ്ടാണ് ഇത്രയും വലുതായി തീർന്നത്? അതും പൗലോസിന്റെ ഒരു ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്ന ഒരു ഭാഗം നമുക്കറിയാം. പൗലോസ് എങ്ങനെയാണ് വിശ്വാസത്തിലേക്ക് വന്നത്? നിങ്ങൾക്കറിയാം. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണ്? പൗലോസ് ആ താനെ ശൗലായിട്ടിരുന്നപ്പോൾ കർത്താവിൻ്റെ വെളിച്ചം അവനെ ചുറ്റി മിന്നി. അവൻ 3 ദിവസം കണ്ണ് കാണാതിരുന്നു. തുടർന്ന് അനന്യാസ് വന്ന് അവന് വേണ്ടി പ്രാർത്ഥിച്ച് അവനെ സൗഖ്യമാക്കി. അങ്ങനെ സൗഖ്യമായ അനന്യാസ് പ്രാർത്ഥിച്ച് സൗഖ്യമാക്കിയപ്പോൾ പൗലോസ് വീണ്ടും കാഴ്ച ലഭിച്ചു. കാഴ്ച ലഭിച്ചെങ്കിലും അദ്ദേഹം ഈ കണ്ണ് കാണാതിരുന്നതിനെ തുടർന്ന് അദ്ദേഹം പിന്നീട് എഴുതുമ്പോൾ നമുക്കറിയാമല്ലോ, കണ്ണ് കാണാത്ത ആളുകൾ അല്ലെ കാഴ്ചയ്ക്ക് ആ നിലയിൽ കുറവുള്ള ആളുകൾ വലിയ അക്ഷരത്തിലാണ് എഴുതുന്നത്. കേൾവിക്ക് കുറവുള്ള ആളുകൾ എന്തോ സാധാരണയുള്ളവർ സംസാരിക്കുന്നതിനേക്കാളും ശബ്ദം കൂട്ടിയാണ് സംസാരിക്കുന്നത്. ഇത് മനുഷ്യന്റെ ഒരു രീതിയാണ്. അപ്പൊ ഇതിൽ നിന്നാണ് പൗലോസ് എഴുതുമ്പോൾ അതെന്തായിരിക്കും? വലിയ അക്ഷരത്തിലായിരിക്കും. ചുരുക്കത്തിൽ ഞാൻ ഈ ഇതിൻ്റെ പറഞ്ഞ് ഇങ്ങനെ അവസാനിപ്പിക്കട്ടെ. ഞാൻ എന്തിനാണ് ഈ ചരിത്രമെല്ലാം പറഞ്ഞത്? പൗലോസ് ഈ ലേഖനം 1 കൊരിന്ത്യർ അവസാനിപ്പിക്കുമ്പോൾ താൻ എഴുതിയ
പൗലോസായ എൻ്റെ കയ്യാൽ വന്ദനം കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അത് അവസാനിപ്പിക്കുമ്പോൾ എഴുതിയ രണ്ട് വാക്കുകൾ അനാഥാമ മാറാനാഥ എന്നുള്ളത് ഈ ഈ തോൽച്ചുരുള് നിവർത്തിയിടുമ്പോൾ എല്ലാവരും കാണത്തക്കവണ്ണം വലിയ അക്ഷരങ്ങളിലായിരുന്നു പൗലോസ് സ്വന്തം കൈകൊണ്ട് എഴുതുന്നത്, വലിയ അക്ഷരത്തിലായിരുന്നു. അപ്പോൾ ആ വലിയ അക്ഷരത്തിൽ എഴുതിയ കാര്യങ്ങൾ എന്താ? കണ്ടവരുടെ ഹൃദയത്തിൽ കൂടുതൽ ആഴത്തിൽ പതിക്കും. നമുക്കറിയാമല്ലോ, ഒരാള് ശബ്ദം ഉയർത്തി പറഞ്ഞാൽ അത് നമ്മുടെ ഹൃദയത്തിൽ കൂടുതൽ പതിയും എന്ന് പറഞ്ഞ പോലെ വലിയ അക്ഷരത്തിൽ കാണുന്നത് കൂടുതൽ നമ്മൾ ഗൗരവമായിട്ട് എടുക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നമ്മൾ ഈ ലേഖനത്തിൽ രണ്ട് കാര്യങ്ങൾ വളരെ ഗൗരവമായിട്ട് എടുക്കണം. എന്തൊക്കെയാ അത്? കർത്താവിനെ സ്നേഹിക്കാത്തവനേവനും ശപിക്കപ്പെട്ടവൻ. രണ്ട്, നമ്മുടെ കർത്താവ് വരുന്നു. ഈ അന്ത്യകാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഇന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ വലിയ അക്ഷരത്തിൽ ഇരിക്കട്ടെ. എന്തൊക്കെയാ? കർത്താവിനെ സ്നേഹിക്കണം. പ്രധാനപ്പെട്ട കാര്യമാണ്. കർത്താവിനെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമുക്ക് കർത്താവിനെ സ്നേഹിക്കാൻ ഒക്കുന്നത്? 1 യോഹന്നാൻ 4:19 നമുക്കറിയാം. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചത് കൊണ്ട് നാം സ്നേഹിക്കുന്നു. നമ്മളല്ല കർത്താവിനെ സ്നേഹിച്ച് തുടങ്ങിയത്. കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് ആദ്യം നമ്മളെ സ്നേഹിച്ചു. ആദ്യം നമ്മളെ സ്നേഹിച്ചത് എങ്ങനെയാ? നമ്മൾ പാപികളും ദോഷികളും ആയിരുന്നപ്പോൾ തന്നെ കർത്താവ് നമ്മളെ സ്നേഹിച്ചു. കർത്താവ് നമ്മളെ സ്നേഹിച്ച സ്നേഹത്തിൻ്റെ പ്രതിസ്പന്ദനമാണ്, അല്ലെങ്കിൽ പ്രതികരണമാണ് നമുക്ക് കർത്താവിനോടുള്ള സ്നേഹം. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളെ സ്നേഹിച്ചു. അതുകൊണ്ട് ആ ഒരു കാര്യത്തെ വേണ്ടതുപോലെ നമ്മൾ കണ്ടാൽ നമുക്ക് കർത്താവിനെ തിരിച്ച് സ്നേഹിക്കാതിരിക്കാൻ കഴിയുകയില്ല. നമ്മൾ കർത്താവിനെ സ്നേഹിക്കും. അങ്ങനെ സ്നേഹിച്ചാൽ ശപിക്കപ്പെട്ടവൻ എന്നുള്ള ശാപത്തിൽ നിന്ന് നമ്മൾ മുക്തരായി തീരും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവിനെ സ്നേഹിക്കുന്നവരായിരിക്കാം. കർത്താവിനെ സ്നേഹിക്കുന്നവരായിരിക്കാമെന്ന് പറയുമ്പോൾ നമ്മൾ പലരും പറയും, ബ്രദറെ, ഞങ്ങൾ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ട്. ഞങ്ങൾ മുമ്പേ കർത്താവിനെ കുറിച്ച് ഒരു പാട്ട് പാടിയപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു. കർത്താവിനെ സ്നേഹിക്കുന്നില്ലേ? അതുകൊണ്ടല്ലേ ഈ മീറ്റിങ്ങിന് വന്നത്. പല കാര്യങ്ങൾ പലർക്കും പറയാം. പക്ഷേ നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നു എന്നുള്ളത് വളരെ കോൺക്രീറ്റ് ആയിട്ട് എങ്ങനെ അറിയാൻ ഒക്കും? നേരത്തെ പറഞ്ഞ പോലെ പാടിയപ്പോൾ കണ്ട വിടറി, അല്ലെങ്കിൽ കണ്ണ് നനഞ്ഞു, അങ്ങനെ ഒരു അപ്സൈഡായിട്ടുള്ള ചില കാര്യങ്ങളിലല്ല ശരിക്കുള്ള നമ്മുടെ സ്നേഹം കർത്താവിനോടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. കർത്താവ് തന്നെ ആ കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട്. എവിടെയാത്? യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിലാണ്. യോഹന്നാൻ 14:15. നമുക്ക് കർത്താവിനോട് സ്നേഹമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തീരുമാനിക്കാം. എന്താ അവിടെ പറയുന്നത്? യോഹന്നാൻ 14:15 എന്താ? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. അപ്പോൾ നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് നമുക്കൊരു തോന്നല് ഉണ്ടായാൽ പോരാ. വളരെ കോൺക്രീറ്റായ ഒരു കാര്യത്തിലേക്ക് സ്നേഹത്തെ കൊണ്ടുവന്ന് വയ്ക്കുന്നു. എന്താ? കൽപ്പന അനുസരിക്കുന്നുണ്ടെങ്കിൽ സ്നേഹമുണ്ട്. പ്രിയപ്പെട്ടവർ, ഈ ഒരു അടിസ്ഥാനത്തിൽ നമുക്കിന്ന് നമ്മളെ തന്നെ ചോദന ചെയ്യാം. ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ കൽപ്പന അനുസരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ കൽപ്പന അനുസരിക്കുന്നുണ്ടെങ്കിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ശപിക്കപ്പെട്ടവനല്ല. അതേസമയം കൽപ്പന അനുസരിക്കുന്നില്ലെങ്കിൽ സ്നേഹം ഉണ്ടെന്നൊക്കെ ചില തോന്നൽ വന്നാലും ശരിക്കും നമ്മൾ സ്നേഹിക്കുന്നില്ലെങ്കിൽ കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. പ്രിയപ്പെട്ടവരെ, സ്നേഹം കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് വ്യക്തമാകുന്ന മറ്റൊരു വാക്യം കൂടെ ഞാൻ വായിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. ഇതുപോലെ തന്നെ നമുക്ക് കർത്താവിനോട് സ്നേഹമുണ്ടോ എന്ന് തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്ന മറ്റൊരു വാക്യം 1 യോഹന്നാൻ 4-ാം അധ്യായം 20-21 വാക്യങ്ങൾ.
ഒന്ന് യോഹന്നാൻ 4:20-21 ഞാൻ തന്നെ വായിക്കുന്നു. സഹോദരനെ സ്നേഹിക്കാത്തവന് ദൈവത്തെ സ്നേഹിക്കാനാവില്ല. സഹോദരനെ സ്നേഹിക്കാത്തവന് ദൈവത്തെ സ്നേഹിക്കാനാവില്ല. അല്ലെങ്കിൽ അത് തിരിച്ചു പറഞ്ഞാൽ എന്താ? ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ നമ്മൾ എന്തോ ചെയ്യും? സഹോദരന്മാരെ സ്നേഹിക്കും. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണമെന്ന കൽപ്പന നമുക്ക് അവങ്കൽ നിന്ന് ലഭിച്ചിരിക്കുന്നു എന്നാണ് തുടർന്ന് ആ വാക്യം പറയുന്നത്. ഓ പ്രിയപ്പെട്ടവരെ, അപ്പോൾ ദൈവത്തോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് എങ്ങനെ കാണാൻ കഴിയും? നമ്മൾ സഹോദരന്മാരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തെയും സ്നേഹിക്കുന്നുണ്ട്. അതേസമയം നമ്മൾ പറയാ എനിക്ക് ദൈവത്തോട് വലിയ സ്നേഹമാണ്, പക്ഷെ സഹോദരന്മാരോട് ആരോടും ഒരു സ്നേഹവും ഇല്ല, അവരോടെല്ലാം ദേഷ്യവും, അവരെ കണ്ണിന് കണ്ടുകൂടാതെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് ഫോഷ്കാണ്, നമ്മൾ ശപിക്കപ്പെട്ടവരാണ്. കണ്ടോ ഞാൻ പറഞ്ഞത്? ദൈവത്തെ സ്നേഹിക്കുക എന്ന ആ കാര്യം എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും? രണ്ട് വാക്യങ്ങളാണ് പറഞ്ഞത്. യോഹന്നാൻ 14:15 വാക്യം, ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ കൽപ്പന അനുസരിക്കും. കൽപ്പന അനുസരിക്കുന്നോ എന്ന കോൺക്രീറ്റായ ആ മാനദണ്ഡം ഉപയോഗിച്ച് നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാം. അതുപോലെ തന്നെ 1 യോഹന്നാൻ 4:20-21 നമ്മളോട് പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ സഹോദരനെ സ്നേഹിക്കും. അപ്പോൾ സഹോദരനെ സ്നേഹിക്കുന്നതിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ദൈവത്തെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുള്ളൂ. കണ്ടോ? ഇത് തിരിച്ചറിയാനുള്ള രണ്ട് മാർഗങ്ങളാണ് നമ്മൾ ഇവിടെ കണ്ടത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ രണ്ട് വാക്യങ്ങൾ മാത്രമാണ് സമയ ചുരുക്കം മൂലം പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം. ദൈവമേ, ഞാൻ യഥാർത്ഥത്തിൽ അങ്ങയെ സ്നേഹിക്കുന്നുണ്ടോ? അങ്ങയെ സ്നേഹിക്കുന്നില്ലെങ്കിൽ ആരാ? ശപിക്കപ്പെട്ടവന്, അനാഥാമയാണ്. സ്നേഹിക്കുന്നുണ്ടോ എന്ന് എങ്ങനെ അറിയാം? നിന്റെ കൽപ്പന അനുസരിക്കുന്നുണ്ടോ? കൽപ്പന അനുസരിക്കാൻ എനിക്ക് താല്പര്യമുണ്ടോ? ജീവിതത്തിൽ ഇതേവരെ അനുസരിച്ചിട്ടില്ലാത്ത പുതിയ ചില കൽപ്പനകൾ വചനത്തിൽ നിന്ന് കാണുമ്പോൾ അതുകൂടെ ദൈവത്തെ സ്നേഹിച്ച് അനുസരിക്കാൻ ഞാൻ തയ്യാറാകുന്നുണ്ടോ? അതുപോലെ ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സഹോദരന്മാരെ സ്നേഹിക്കും. സഹോദരന്മാരെ ഞാൻ സ്നേഹിക്കുന്നുണ്ടോ? ആ ഒരു കാര്യം വെച്ചും ഈ സ്നേഹത്തെ നമുക്ക് കണ്ടെത്താൻ കഴിയും. കണ്ടെത്തണം. കണ്ടെത്തേണ്ടത് എന്തുകൊണ്ടാണ്? കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. നമുക്ക് പ്രിയപ്പെട്ടവർ രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം. രണ്ടാമത്തെ കാര്യം എന്താ? അനാഥാമ എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് പൗലോസ് പറയുന്നത് എന്താ? നമ്മുടെ കർത്താവ് വരുന്നു. നമ്മുടെ കർത്താവ് വരുന്നു. മാറാ നാഥ. പലർക്കും അറിയാവുന്ന ഒരു വാക്കാണ്, ഗ്രീക്ക് വാക്കാണ്. പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട്. കർത്താവ് വരുന്നു. കർത്താവ് വരുന്നു എന്ന് പറയുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ എപ്പോഴേലും വരുമെന്നല്ല, കർത്താവ് അങ്ങ് വന്നിരിക്കുന്നു, വാതുക്കലായിരിക്കുന്നു. അങ്ങനെയാണ് ആ വ്യാകരണത്തില്, ഗ്രീക്കില് ആ മാറാനാഥയുടെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ കർത്താവ് വരുന്നു. കർത്താവ് വന്ന് നമ്മൾ കർത്താവിനെ മുഖാമുഖമായിട്ട് കാണുന്നു എന്നുള്ള ഈ കാര്യവും നമ്മളെ എന്തിലേക്ക് നടത്തണം? 1 യോഹന്നാൻ 3:3 വാക്യം നമുക്കറിയാം. രണ്ടും മൂന്നും വാക്യങ്ങൾ നമുക്കറിയാം. 1 യോഹന്നാൻ 3:2-3 വാക്യങ്ങൾ എന്താ? അവൻ പ്രത്യക്ഷനാകുന്നു, അവൻ വരുന്നു, അവൻ പ്രത്യക്ഷനാകും, അവനെ നമ്മൾ കാണും. കാണുമ്പോൾ അന്ന് നമ്മൾ അവനോട് സദൃശ്യന്മാരാകും. അവനെ കാണുന്നു. 1 യോഹന്നാൻ 3:2-3 വാക്യങ്ങൾ. അതുകൊണ്ട് അവനെ കാണും എന്ന് പ്രത്യാശയുള്ളവൻ എന്ത് വേണം? അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. കണ്ടോ? അപ്പൊ കർത്താവ് വരുന്നു, വന്നിരിക്കുന്നു എന്നുള്ളതും നമ്മളെ എന്തിലേക്ക് നടത്തണം? നമ്മളെ തന്നെ നിർമ്മലീകരിക്കുന്നതിലേക്ക് നടത്തണം. കൂടുതൽ നിർമ്മലതയിൽ നിന്ന് നിർമ്മലതയിലേക്ക് നമ്മളെ നടത്തണം. കൂടുതൽ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് നമ്മളെ നടത്തണം. അങ്ങനെ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് നമ്മൾ നാളെ കഴിയുന്തോറും അങ്ങനെ മാറിത്തീരുന്നില്ലെങ്കിൽ കർത്താവ് വരുന്നു, മാറാനാഥ എന്നൊക്കെ പറയുന്നത് വെറും
ഒരു ഭംഗിവാക്ക് മാത്രമായിട്ടായിരിക്കും. കർത്താവ് വരുന്നു, സോ വാട്ട്, കർത്താവ് വരുന്നു, അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു എന്നാണ് 1 യോഹന്നാൻ 3:3 പറയുന്നത്. അവനിൽ ഈ പ്രത്യാശയുള്ളവൻ എന്താ? അവൻ പ്രത്യക്ഷനാകും എന്ന പ്രത്യാശയുള്ളവൻ അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെത്താൻ നിർമ്മലീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് കണ്ടോ? ഈ കർത്താവിൻ്റെ വരവ് വളരെ ആസന്നമായിരിക്കുന്നു. നമ്മൾ വിചാരിച്ചതിനേക്കാളും വേഗത്തിൽ വരുന്നു. ബൈബിളിലെ ഏറ്റവും ഒടുവിലത്തെ അധ്യായം ഏതാണ്? വെളിപ്പാട് പുസ്തകം. ഈ ആ, അതിൻ്റെ ആ, വെളിപ്പാട് പുസ്തകത്തിലെ ഏറ്റവും ഒടുവിലത്തെ അധ്യായമായ 22-ാം അധ്യായമാണ്. 22-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ ഏറ്റവും ഒടുവിലത്തെ തൊട്ടു മുകളിലുള്ള വാക്യം, ഏറ്റവും ഒടുവിലത്തേത് കൃപ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ എന്നൊരു വന്ദന വാക്യമാണ് യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്, നേരത്തെ പൗലോസ് രേഖപ്പെടുത്തിയ പോലെ. എന്നാൽ അതിൻ്റെ തൊട്ടു മേളിൽ കണ്ടോ, വെളിപ്പാട് 22-ന്റെ 20-ാം വാക്യം, ഇത് സാക്ഷീകരിക്കുന്നവരോട് അതേ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു, ആമേൻ, കർത്താവായ യേശുവേ വരണമേ. കർത്താവ് വരുന്നു എന്ന് പറഞ്ഞാണ് ബൈബിളിലെ അവസാനത്തെ പുസ്തകം അവസാനിക്കുന്നത്. അവിടെ കർത്താവ് തന്നെ പറയുന്നു, ഞാൻ വേഗം വരുന്നു. കർത്താവ് വെറുതെ കള്ളം പറയില്ല, നമുക്കറിയാം. കർത്താവ് വേഗം വരുന്നു എന്ന് പറഞ്ഞത് ഇന്ന് വേഗം വരുന്നു, നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വേഗത്തിൽ വരും എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്ന് മാത്രമല്ല, ഈ ഈ നമ്മൾ 22-ന്റെ 20-ൽ പറഞ്ഞ ഏ, അതേ ഞാൻ വേഗം വരുന്നു എന്ന ആ വാക്യങ്ങള് കണ്ടോ, ആ അധ്യായത്തിൽ തന്നെ 3 ഇടത്ത് നമുക്ക് കാണാം. 22-ന്റെ 7-ാം വാക്യം, ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. 22-ന്റെ 12-ാമത്തെ വാക്യം, ഇതാ ഞാൻ വേഗം വരുന്നു. ഒടുവിലായി 22-ന്റെ 20-ാം വാക്യം, അതേ ഞാൻ വേഗം വരുന്നു. കേട്ടോ, 3 വട്ടം ഒരു കൊച്ചധ്യായത്തിൽ, ഒടുവിലത്തെ അധ്യായത്തിൽ 3 വട്ടം ആവർത്തിച്ച് പറഞ്ഞിരിക്കുക, കർത്താവ് പറഞ്ഞിരിക്കുക, അതേ ഞാൻ വേഗം വരുന്നു, അതേ ഞാൻ വേഗം വരുന്നു, ഞാൻ വേഗം വരുന്നു. കണ്ടോ, 3 വട്ടം പറഞ്ഞാൽ ആ ഒരു പൂർണ്ണത പോലെയാണല്ലോ, പിന്നെ മാറാനൊക്കുകയില്ല. കണ്ടോ, അപ്പോൾ ഒടുവിലത്തെ അധ്യായത്തിൽ കർത്താവിന്റെ വരവ് അതേ ഞാൻ വേഗം വരുന്നു എന്ന് പറഞ്ഞാണ് അവസാനിപ്പിച്ചേക്കുന്നത്. നമുക്ക് 1 കൊരിന്ത്യർ 16-ാം അധ്യായത്തില് നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് മടങ്ങി വരാം. അവിടെ എന്താ? അവിടെ നമ്മൾ കണ്ടത് 2 കാര്യങ്ങളാണ്. അത് ആ ലേഖനത്തില്, ആ ചർമ്മലിഖിതത്തിൽ നമ്മൾ കൊരിന്തിലുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ചെന്ന് പൗലോസിന്റെ ലേഖനം കാണാനായിട്ട് ചെന്ന് നോക്കിയാൽ ആ 2 വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ തറയ്ക്കത്തക്കോണം വലിയ അക്ഷരത്തിലാണ്. എന്തൊക്കെയാണ്? കർത്താവിനെ സ്നേഹിക്കാത്തവനേവനും ശപിക്കപ്പെട്ടവൻ. നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ അതോ ശപിക്കപ്പെട്ടവരാണോ? സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതൊരു തോന്നൽ മാത്രമായിട്ടിരിക്കരുത്. കർത്താവിനെ സ്നേഹിക്കുന്നു എന്നുള്ളത് എങ്ങനെ തിരിച്ചറിയാം? 2 മാർഗങ്ങൾ, 2 വാക്യങ്ങൾ നമ്മൾ കണ്ടു. വേറെ വാക്യങ്ങളുണ്ട്, നമ്മൾ അതിലേക്ക് പോകുന്നില്ല. ഈ 2 വാക്യങ്ങൾ അനുസരിച്ച് കൽപ്പന അനുസരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ട്. സഹോദരവർഗത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ട്. ഈ 2 മാനദണ്ഡം വെച്ച് നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയാം. അതോ നമ്മൾ ശപിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലാണോ എന്ന് തിരിച്ചറിയാം. 2-ാമത്തെ വാക്കെന്താ? മാറാനാഥ, നമ്മുടെ കർത്താവ് വരുന്നു. അത് വെറുതെ പറഞ്ഞതല്ല. നമ്മുടെ കർത്താവ് വരുന്നു എന്നുള്ളത് വെളിപ്പാട് പുസ്തകത്തിലെ അവസാനത്തെ 22-ാമത്തെ അധ്യായത്തിൽ 3 വട്ടം കർത്താവ് തന്നെ പറയുന്നു, അതേ ഞാൻ വേഗം വരുന്നു, അതേ ഞാൻ വേഗം വരുന്നു, ഞാൻ വേഗം വരുന്നു. ഇന്ന് ലോകത്തിലെ വിവിധ സംഭവങ്ങൾ, ഇസ്രായേലിലും ഒക്കെ സംഭവിക്കുന്നത് പല കാര്യങ്ങൾ നമുക്കറിയാം. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായി എന്ന് വിളിച്ചറിയിക്കുന്നു. കർത്താവ് വരുന്നു എന്നുള്ളത് നമ്മളെ എന്തിലേക്ക് നടത്തണം? 1 യോഹന്നാൻ 3:3, അവനെ കാണുമ്പോ അവനെ ഇരിക്കുന്ന പോലെ നമ്മൾ അവനെ കാണേണ്ടതാകുന്നു. എന്നിട്ട് അവനിൽ ഈ പ്രത്യാശയുള്ളവൻ എന്ത് വേണം? വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക്, നിർമ്മലതയിൽ നിന്ന് നിർമ്മലതയിലേക്ക് നമ്മൾ മാറിത്തീരണം. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഈ 2 കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വലുതായിട്ടായിരിക്കട്ടെ.
കർത്താവിനെ സ്നേഹിക്കാത്തവനേവനും ശപിക്കപ്പെട്ടവൻ. നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ? 2, മാറാനാഥ, കർത്താവ് വരുന്നു. അതെ, ഞാൻ വേഗം വരുന്നു, വേഗം വരുന്നു, വേഗം വരുന്നു. വേഗം വരുന്നെങ്കിൽ എന്താ? നമ്മള് നിർമ്മലതയിൽ നിന്ന് നിർമ്മലതയിലേക്ക് നീങ്ങണം, വിശുദ്ധിയെ തികയ്ക്കണം. വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് നമ്മൾ മാറിത്തീരണം. നമ്മുടെ ജീവിതത്തിൽ ഈ 2 കാര്യങ്ങളും, കർത്താവിനോടുള്ള സ്നേഹം എങ്ങനെ ഇരിക്കുന്നു, കർത്താവ് വരുന്നു എന്നുള്ള ബോധ്യം നമ്മളെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നുണ്ടോ? ഈ കാര്യങ്ങള്, ഈ വചനങ്ങളോടുള്ള ബന്ധത്തിൽ നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഈ കേട്ട വചനങ്ങളോടുള്ള ബന്ധത്തിൽ സമർപ്പിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു. വളരെ പ്രാർത്ഥിച്ചു നിർത്തണം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് കണ്ണുകൾ അടയ്ക്കുകയും നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മള് നമ്മൾ ഇതൊക്കെ സംസാരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ലോകം അതിൻ്റെ ഒരു അന്ത്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. പല സംഭവങ്ങൾ അത് വ്യക്തമാക്കുന്നു. പ്രവചനങ്ങൾ പഠിക്കുന്നവർ, വെളിപ്പാട് പുസ്തകം പഠിക്കുന്നവരൊക്കെ, പല ദൈവദാസന്മാര് ഇതൊരു അന്ത്യകാലഘട്ടമാണ്, ഇനി അധികം മുന്നോട്ടില്ല എന്നുള്ള കാര്യം പറയുന്നു. ഈ കാര്യം 2000 വർഷം മുമ്പ് പൗലോസ് തൻ്റെ 1 കൊരിന്ത്യർ ലേഖനം എഴുതി പൂർത്തിയാക്കുമ്പോൾ കൊരിന്ത്യരോട് പറഞ്ഞു. ഹല്ലേലൂയ. നമ്മൾ ആ കാര്യമാണ് ചിന്തിച്ചത്. കർത്താവ് വരുന്നു, അതുകൊണ്ട് ഞാൻ എന്ത് വേണം? ഞാൻ വിശുദ്ധിയെ തേക്കണം. അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ നിർമ്മലനാകണം. വാക്കില്, പ്രവൃത്തിയില്, ചിന്തയില്, മനോഭാവത്തില് എല്ലാം വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് നമുക്കായിത്തീരണം. കാരണം കർത്താവ് വരുന്നു, അവനെ നമ്മൾ മുഖാമുഖമായിട്ട് കാണും. കർത്താവിൻ്റെ മുമ്പാകെ നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ലജ്ജിച്ചു പോകരുത്. ഹല്ലേലൂയ. അതുപോലെ തന്നെ അവിടെ അന്ന് പ്രസക്തം, കർത്താവിനെ കാണുമ്പോൾ അവിടെ പ്രസക്തമായിട്ടുള്ളത് നമ്മൾ കർത്താവിനെ യഥാർത്ഥത്തിൽ സ്നേഹിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചോ എന്നുള്ളതാണ്. നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ? ഇതൊക്കെയും കർത്താവ് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് മാറ്റം ഉണ്ടാക്കാൻ ഒക്കുകയില്ല. ഇന്ന് കർത്താവിൻ്റെ വരവിന് മുമ്പ്, അല്ലെങ്കിൽ നമ്മൾ ജീവനോടെ ഇരിക്കുമ്പോൾ, ഇപ്പോഴാണ് നമുക്ക് ഇത് ചെയ്യാൻ ഒക്കുന്നത്. ഇപ്പോഴാണ് കർത്താവിനെ കൂടുതൽ സ്നേഹിക്കാൻ ഒക്കുന്നത്. തീർച്ചയായിട്ടും രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മൾ കർത്താവിനെ സ്നേഹിച്ചു. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അതല്ല, കൂടുതൽ കൂടുതൽ സ്നേഹത്തിലേക്ക്, കർത്താവിനെ കൂടുതൽ സ്നേഹിക്കുന്ന ആ ഒരു കാര്യത്തിലേക്ക് നമ്മളായിത്തീരണം. നമ്മളായിത്തീരുന്നുണ്ടോ? നമുക്ക് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിൽ നിന്ന് അത് മനസ്സിലാക്കാം. കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നതിൽ നിന്ന് അത് മനസ്സിലാക്കാം. നമ്മൾ ചില കൽപ്പനകളൊക്കെ കൊച്ചതാണ്, നിസ്സാരമാണ് എന്ന് പറഞ്ഞ് വിട്ടിരിക്കുകയാണോ? അതോ അതിനെ ഗൗരവമായിട്ട് എടുക്കുന്നുണ്ടോ? നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ സമർപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ വ്യക്തിപരമായിട്ട് നമ്മളെ ഓരോരുത്തരെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായിട്ട് സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അപ്പ, കർത്താവേ, ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും നാളുകൾ കടന്നുപോയി. കർത്താവേ, ഞങ്ങളെ അവിടുന്ന് പാപത്തിൽ നിന്ന് വിളിച്ച് വേർതിരിച്ച് ഞങ്ങളെ സ്നേഹിച്ച് അവിടുത്തെ മക്കളാക്കി തീർത്തു. സഭയിലെ കർത്താവെ ഞങ്ങൾക്കൊരു സ്ഥാനം തന്നു. അവിടുത്തെ കർത്താവെ അങ്ങേ സ്നേഹിപ്പാൻ, ഞങ്ങളുടേതായ തലത്തിൽ അങ്ങേ സ്നേഹിപ്പാനും അവിടുത്തെ കൽപ്പനകൾ അനുസരിപ്പാനും ഒക്കെ ഞങ്ങൾക്കിടയായി. പക്ഷേ കർത്താവെ, ഞങ്ങൾ കൂടുതൽ അങ്ങേ സ്നേഹിക്കുന്നവരായി തീരണം എന്നതാണ് അവിടുത്തെ ആഗ്രഹം എന്ന് ഞങ്ങൾ ഇന്ന് കേട്ടല്ലോ. കർത്താവെ, അങ്ങേ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവനാണ്, അവനെ ഒരു ശാപം പിന്തുടരുന്നു എന്ന് കേട്ടതിൻ്റെ മുമ്പാകെ ഞങ്ങളെ തന്നെ ഗൗരവമായിട്ട് ഞങ്ങളെ തന്നെ ശോധന ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണേ. കർത്താവേ, ഞങ്ങളെല്ലാവരും ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കഴിഞ്ഞ കാലഘട്ടത്തിൽ ഉണ്ടായതിനേക്കാൾ ഒരു പടിയൂടെ കർത്താവെ അങ്ങേ അടുത്ത് സ്നേഹിപ്പാൻ, ഞങ്ങളുടെ സഹോദരന്മാരെ സ്നേഹിപ്പാൻ, അവിടുത്തെ കൽപ്പനകളെ അനുസരിപ്പാൻ, കർത്താവെ അവിടുത്തെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ,
വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക്, കർത്താവേ, നിർമ്മലതയിൽ നിന്ന് നിർമ്മലതയിലേക്ക് ഓരോ നാളും മുന്നോട്ട് ഞങ്ങളെ തന്നെ ക്രമീകരിച്ച് പോകുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അവിടുന്ന് കൃപ തരണേ. ഞങ്ങൾ അതിനായിട്ട് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഹാലേലുയ്യ, ഹാലേലുയ്യ, ഹാലേലുയ്യ. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ അവിടുന്ന് അറിയുന്നു, അതിനെ അവിടുന്ന് മാനിക്കും. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തും, ഞങ്ങളെ മുന്നോട്ട് നടത്തും. കർത്താവേ, അവിടുത്തെ വരവിൽ ഞങ്ങൾ അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ വിശുദ്ധരായിട്ട് അങ്ങയെ സ്നേഹിക്കുന്നവരായിട്ട് നിൽപ്പാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അവിടുന്ന് കൃപ തരണേ എന്ന് പ്രാർത്ഥിച്ച് ഞങ്ങളെ തന്നെ ഒരു പ്രാവശ്യം കൂടെ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവെ, ദോഹയിലെ പ്രിയ സഭയ്ക്കായിട്ട് സ്തോത്രം, സഹോദരന്മാർക്കായിട്ട് സ്തോത്രം, സഹോദരിമാർക്കായിട്ട് സ്തോത്രം, യൗവനക്കാർക്കായിട്ട് സ്തോത്രം. കർത്താവെ, കുഞ്ഞുങ്ങൾക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങേ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിച്ചിട്ടില്ലാത്ത കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെത്രയും വേഗം കർത്താവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിച്ച് അവിടുത്തെ മക്കളായിട്ട് തീരുവാനുള്ള വലിയ ഭാഗ്യം അവർക്ക് കൊടുക്കണേ കർത്താവെ. കർത്താവെ, തങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നതിനെക്കുറിച്ച് ഗൗരവമായിട്ട് എടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെയും ഈ കാലഘട്ടത്തെ തിരിച്ചറിഞ്ഞ് ഗൗരവമായിട്ട് ഈ കാര്യങ്ങളെ എടുക്കുവാൻ എല്ലാവർക്കും അവിടുന്ന് കൃപ തന്നാട്ട്. സഭയെ ഇത്രത്തോളം അവിടുന്ന് അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം. അതിന് നേതൃത്വം നൽകുന്ന സഹോദരന്മാരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങൾക്കായിട്ടും സ്തോത്രം. ഹാലേലുയ്യ, ഹാലേലുയ്യ, ഹാലേലുയ്യ. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. സകല മാനവ മഹത്വം അവിടുത്തേക്ക് യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു.